ദേശീയ യോഗാസന വേദിയിൽ കടുങ്ങല്ലൂരിന്റെ അഭിമാനം. ഒരു കുടുംബത്തിന് 3 മെഡലുകൾ. പ്രായത്തെ വെല്ലുന്ന ഇച്ഛാശക്തിയുമായി പുണയിൽ നടന്ന ദേശീയ യോഗാസന മത്സരത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച കടുങ്ങല്ലൂർ സ്വദേശികളായ ആന്റണിക്കും കുടുംബത്തിനും നാടിന്റെ അഭിനന്ദന പ്രവാഹം. ഒരേ കുടുംബത്തിലെ 3 പേർ ചേർന്ന് 3 മെഡലുകൾ സ്വന്തമാക്കിയ ഈ അപൂർവ നേട്ടം കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. സ്വർണ്ണത്തിളക്കത്തിൽ ആന്റണി. കടുങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ആന്റണി 75 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ആന്റണിയുടെ ഭാര്യ വാസന്തി ഇതേ വിഭാഗത്തിൽ മികച്ച പ്രകടനം നടത്തി വെള്ളി മെഡൽ സ്വന്തമാക്കി. ഇവരുടെ മകളും പ്രൊഫഷണൽ യോഗ പരിശീലകയുമായ സീമ CA 30+ വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി കുടുംബത്തിന്റെ മെഡൽ നേട്ടം പൂർത്തിയാക്കി. മരിച്ചു പോകും എന്ന ഒരവസ്ഥയിൽ എത്തിയ ഒരാളാണ് ഞാൻ. കടുത്ത ശ്വാസം മുട്ടിൽ ആരോഗ്യത്തോടു കൂടി എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ചുറ്റിനും കാണുന്ന ഇതേ പ്രായക്കാരുള്ള മാതാപിതാക്കളുള്ളവർക്കറിയാം എപ്പോഴും അസുഖങ്ങളും പ്രശ്നങ്ങളും മരുന്നുകളും ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളും ആയിരിക്കും. നമ്മൾ രോഗിയായി നടക്കുന്നേക്കായി നല്ലത് നല്ല ഓടിച്ചാടി നടക്കാൻ യോഗ പഠിക്കുക. മത്സരബുദ്ധിക്കപ്പുറം യോഗയെ ജീവിതചര്യയാക്കി മാറ്റിയ ഈ കുടുംബം പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. നമ്മുടെ നാടിന് ദേശീയ തലത്തിൽ വലിയൊരു അംഗീകാരം നേടിക്കൊടുത്ത ഈ കായിക പ്രതിഭകൾക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. വരും വർഷങ്ങളിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ 58 വയസ്സായതിനു ശേഷമാണ് യോഗ ഔദ്യോഗികമായ രീതിയിൽ യോഗ അക്കാഡമിക്കലായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ശരീരത്തിന് നല്ല വഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമേ എനിക്ക് ആദ്യകാലം മുതലേ യോഗയോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ യോഗ അഭ്യസിപ്പിക്കാനായിട്ട് അയച്ചു. ഞാൻ 58 വയസ്സിൽ യോഗ പഠിക്കാൻ തുടങ്ങുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അബ്ദുള്ള ബുഹാരി എന്ന് പറഞ്ഞൊരു സാറ് ആലുവയിലൊരു യോഗ സെൻ്റർ തുടങ്ങി. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർഡായി വന്നതിന് ശേഷം എടത്തല അല്ലമിൻ കോളേജിൽ പ്രൊഫസറായി. ആ സമയത്ത് ആലുവയിലൊരു യോഗ സെൻ്റർ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ യോഗ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലിച്ചു. അതിനുശേഷം എടപ്പള്ളിയിലുള്ള ലൈഫ് യോഗ സെൻ്ററിൽ യോഗരത്ന ഭാസ്കരമേനോൻ്റെ അടുത്ത് പോയി ഒരു വർഷം അവിടെ പഠിച്ചു. പിന്നെ അതുകൂടാതെ എളമക്കരയിൽ പൈതൃക യോഗ സെൻ്റർ എന്ന് പറഞ്ഞൊരു കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ മനോജ് സാറിൻ്റെ കീഴിൽ ഒരു വർഷം യോഗ പഠിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ യോഗ തെറാപ്പിയായിട്ട് ചികിത്സാപരമായിട്ടുള്ള കാര്യത്തിൽ യോഗയെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കുറേ കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചു. തുടർന്ന് പല ഗുരുക്കന്മാരുടെ അടുത്തും പോയി പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനും പല ക്യാമ്പുകളിലും തുടർന്ന് പലപ്പോഴായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ദേശീയ തലത്തിൽ ഞാനൊരു 6 പ്രാവശ്യം മത്സരിച്ച് വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായിട്ടിപ്പോൾ എല്ലാ വർഷവും ദേശീയ തലത്തിൽ സമ്മാനാർഹമായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് മാസ്റ്റേഴ്സ് യോഗ സ്പോർട്സ് അസോസിയേഷൻ്റെ മാസ്റ്റർ യോഗ മാത്രമല്ല ഒരു ഗെയിംസ് മൊത്തം നടത്തുന്നതാണ്. ഒളിമ്പിക്സിലുള്ള എല്ലാ ഐറ്റംസും നടത്തുന്നതാണ്. അതിൽ യോഗ കാറ്റഗറിയിൽ ഞാൻ കഴിഞ്ഞ വർഷം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഈ വർഷം ജനുവരി 28 പൂനെയിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നടത്താൻ. ഈ ചേച്ചി ഇതിനകത്തേക്ക് വരണം ഏത് ടൈമിലാണ് ഇതിനകത്തേക്ക് വന്നത്? ചേച്ചി ആദ്യമേ യോഗയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്ന ആളല്ല. ഞാനും മക്കളുമൊക്കെ പഠിക്കാനായിട്ട് പോവുകയും തുടർന്ന് ഞങ്ങളുടെ കീഴിൽ പഠിക്കാൻ പല ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നപ്പോൾ ഒരു താല്പര്യം തോന്നി. ചേച്ചിയും യോഗ ആദ്യം എൻ്റെ അടുത്ത് നിന്ന് തന്നെ കുറച്ച് നാൾ പഠിച്ച് അതിനുശേഷം ചേച്ചി പുറത്തു പോയി യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ആക്കി. 1 വർഷത്തോളം യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി. തുടർന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന് സഹകരിച്ച് പിന്നെ ഞങ്ങളോടൊപ്പം തന്നെ മത്സര പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. യോഗയിൽ ആകർഷമായി. പിന്നെ യോഗയും മെഡിറ്റേഷനും പ്രാണായാമയും എല്ലാം ചെയ്ത് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയേറെ പ്രയോജനമുള്ളതാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് ഇപ്പോൾ വളരെ സജീവമായിട്ട് യോഗയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വീട്ടിൽ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മയുടെ കീഴിൽ കുറേ ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്ന് ഈ അയൽവാസികളായിട്ടുള്ള കുറേ സ്ത്രീകൾ വന്ന് യോഗ അഭ്യസിക്കുന്നുണ്ട്. യോഗ ഈ വീട്ടിലേക്ക് വരാനൊരു കാരണക്കാരി ഞാൻ തന്നെ പറയാം.
കാര്യം ഞാനൊരു കടുത്ത ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു ചെറുപ്പകാലങ്ങളിൽ. എനിക്ക് ഒരു സ്കൂൾ പോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. കാര്യം ഒരാഴ്ചയിൽ 2 ദിവസം പോയാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ശ്വാസം മുട്ടായിട്ട് വീട്ടിൽ കിടപ്പായിരിക്കും. സോ വളരെ ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടും പ്രശ്നങ്ങളുമായിട്ടുള്ള ആളായിരുന്നു ഞാൻ. അപ്പം ചാച്ചനും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് യോഗ അഭ്യസിച്ചിട്ടില്ല എങ്കിലും യോഗയെക്കുറിച്ച് ഒരുപാട് വായിച്ച അറിവുകളുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ട് കണ്ടിട്ട് പലരും ഞങ്ങളോട്, ഇപ്പം ചാച്ചനോടും അമ്മേനോടും അലോപ്പതി മരുന്ന് ചെയ്താലേ രക്ഷയുള്ളൂ, എന്നാലേ കുട്ടി രക്ഷപ്പെടുള്ളൂ കാര്യം മരിച്ചു പോകും എന്ന ഒരവസ്ഥയിൽ എത്തിയ ഒരാളാണ് ഞാൻ കടുത്ത ശ്വാസം മുട്ടിൽ. അപ്പം ഒരുപാട് രാത്രികൾ എൻ്റെ അമ്മ ഉറക്കൊളച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ എന്നെ ഒരു അലോപ്പതി മരുന്നുകൾക്ക് എന്നെ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഒരു ചെറിയ കുറച്ച് നാളത്തെ ഒരു ആശ്വാസം അല്ലാതെ ഒരു ശാശ്വത ആശ്വാസം അതുകൊണ്ട് കിട്ടില്ല എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോഴാണ് ചാച്ചൻ യോഗയെക്കുറിച്ച് കൂടുതൽ അറിയണതൊക്കെ. ചാച്ചനാണ് പറഞ്ഞത് നമുക്ക് യോഗ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് യോഗ. അപ്പം ഞാനല്ല, എൻ്റെ ചേച്ചിയാണ് യോഗ ആദ്യമായിട്ട് തുടങ്ങുന്നത്. എൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് പഠിച്ചത്. അങ്ങനെ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് അത് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്കളിയാണ്, അത്ര എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും ചെയ്തു തുടങ്ങി. പിന്നീട് ചെയ്ത് കുറച്ചൊക്കെ ആയപ്പോൾ എനിക്കൊരു ആശ്വാസമൊക്കെ കിട്ടിത്തുടങ്ങി. ഇത് കൊള്ളാലോ എന്നെനിക്കൊരു തോന്നൽ വന്നത് അങ്ങനെയാണ്. പിന്നീട് എൻ്റെ ഗുണങ്ങൾ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് അത് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചതൊക്കെ. അങ്ങനെയാണ് ഞാൻ കലൂർ ഒരു വാസ്തവം തിരുമേനിയുടെ കീഴിലാണ് യോഗ കറക്റ്റായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. വാസിഷ്ഠ യോഗ സെൻറ്റർ തൃപ്പൂണിത്തുറ. സെൻറ്റർ വന്നിട്ട് തൃപ്പൂണിത്തുറയാണ്. കലൂർ ക്ലാസ് എടുത്തിരുന്നവർ. അപ്പം അങ്ങനെയാണ് അവിടെ പോയി ഞാൻ ക്ലാസ് അറ്റൻഡ്. അത് ഒരുപാട് യാത്രകളും യാതനകളും സഹിച്ചാണ് ഞങ്ങൾ ഈ യാത്രയൊക്കെ ചെയ്തത് കേട്ടോ. അതും വളരെ പറയാതിരിക്കാൻ വയ്യ. കാര്യം ഇപ്പം നമ്മൾ മുട്ടിന് യോഗ ക്ലാസ്സുകളാണ്. എല്ലായിടത്തും ചെന്നാലും യോഗ ക്ലാസ്സുകൾ കാണാം. കളമശ്ശേരി വരെയൊക്കെ നടന്ന് അവിടെ നിന്ന് KSRTC എടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പോയി പഠിച്ചത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ വളരെയധികം സൗജന്യ ക്ലാസ്സുകളും കാര്യങ്ങളും പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുമ്പോഴും ഇപ്പോഴും അത് വിനിയോഗിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. സോ നമ്മൾ പഠിച്ച രീതി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചെടുത്തത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര അറിഞ്ഞുകൊണ്ട് അത് പഠിച്ചെടുത്തത്. അപ്പം അങ്ങനെ പഠിച്ചു. പിന്നീട് കൂടുതൽ പല ക്ലാസ്സുകളും പലയിടത്തും അതുപോലെ സെൻറ്ററുകളിലൊക്കെ പോയി പഠിച്ചു. അതുപോലെ തന്നെ അപ്പോഴേക്കും ഏകദേശമൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങി. അറിവുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കുട്ടികൾക്കൊക്കെ വെക്കേഷന് ക്ലാസ്സായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു തുടങ്ങി. അപ്പോൾ കൂടുതൽ അറിയാൻ തുടങ്ങി. നമ്മളൊരു കാര്യം ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹം തോന്നുന്നത്, നമ്മൾ കൂടുതൽ അറിയാൻ സാധിക്കണത്. അങ്ങനെയാണ് ഞാൻ പറവൂർ വെച്ചിട്ടൊരു യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻ്റർനാഷണൽ ബോർഡ് ഓഫ് യോഗയുടെ അത് ചെയ്തു. അതിനെ തുടർന്ന് പിന്നീടുള്ളത് സമയങ്ങളിൽ ഡിപ്ലോമയും പിന്നീട് YIC യോഗ വ്യാസ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് എനിക്ക് പിന്നെ കുറച്ചധികം വൈകാതെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് ഓഫറുകൾ വന്നു. അങ്ങനെ ഞാൻ UAE പോയി. ഈ UAE ഞാൻ പോയതിന് ശേഷമാണ് എൻ്റെ ക്ലാസ്സുകൾ ഇവിടെ കുറച്ചുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ക്ലാസ്സുകൾ എനിക്ക് മുടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ സമയത്താണ് ചാച്ചനും ചെറുതായിട്ട് യോഗയൊക്കെ പതിയെ തുടങ്ങിയത്. കാര്യം ഒരു ജോലി കാര്യങ്ങളൊക്കെ മാറി ഒരു സമാധാനമായിട്ടുള്ളൊരു സമയം അടുപ്പിച്ച് ചാച്ചൻ്റെ കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു. അതൊക്കെ ഒന്ന് വിട്ടുമാറി വന്ന് അപ്പോഴാണ് യോഗയിലേക്ക് കുറച്ചും കൂടി ചാച്ചൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ചാച്ചനെ ഏറ്റെടുത്തപ്പോഴാണ് കൂടുതൽ ചാച്ചൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും. ചാച്ചൻ അറിയാമായിരുന്നെങ്കിലും കൂടുതൽ എൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും നിത്യ അഭ്യാസിയായത് ചാച്ചൻ 58 വയസ്സിന് ശേഷമാണ്. അതിനുശേഷം ചാച്ചൻ്റെ ക്ലാസ്സുകളും പിന്നെ ചാച്ചൻ മത്സരിക്കാൻ ഇറങ്ങി തുടങ്ങി. ആദ്യത്തെ മത്സരത്തിൽ തന്നെ ചാച്ചന് സമ്മാനാർഹനായി അല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇത്രയൊക്കെ എല്ലാം 3 പേരും യോഗയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു സഹകരണം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അമ്മ. എന്നാൽ അപ്പോഴാണ് അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ പതിയെ ചാച്ചനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ചെയ്തു തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടി തുടങ്ങി. ഈ പറഞ്ഞ പോലെ റിട്ടയർമെൻ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ സജീവമാകാൻ സാധിച്ചു യോഗയിൽ. അങ്ങനെയാണ് അമ്മയും അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും കോഴ്സുകൾ ചെയ്തതും എല്ലാം. പിന്നീട് മത്സരങ്ങൾക്ക് ഇറങ്ങി. ഈ പറഞ്ഞ പോലെ ചാച്ചനെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മത്സരങ്ങളിൽ തന്നെ
സമ്മാന അർഹയായി. കാര്യം ഈ പറഞ്ഞ രണ്ട് കൂട്ടരുടെയും ഒരു ഗുണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. കാര്യം ഇവർക്കൊക്കെ ഒരു ഫിസിക്കലി വെറുതെ ഇരുന്നവരല്ല ഇവരെല്ലാവരും, രണ്ട് കൂട്ടരും. ഒരു പണ്ട് കാലത്ത് ചാച്ചൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഹെർക്കുലീസ് സൈക്കിളിൽ ഇടയാറുന്ന ഇവിടെ നിന്ന് അവിടേക്കൊക്കെ. അപ്പോൾ വളരെയധികം ശാരീരിക ക്ഷമതയുള്ളവരാണ് ഇവർ രണ്ട് കൂട്ടരും. അതുകൊണ്ട് തന്നെ യോഗയുടെ തുടക്കകാലങ്ങളിൽ തന്നെ മത്സരങ്ങൾക്ക് ഇവർക്ക് വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ അമ്മ തുടങ്ങിയ കാലം തൊട്ട് ഈ അടുത്ത കാലം വരെ മത്സരിക്കുന്ന മത്സരങ്ങളിലെല്ലാം അമ്മയും ചാച്ചനും ഒരേപോലെ വിജയിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷവും സമാധാനമായിട്ട് ഇപ്പം ആരോഗ്യത്തോടു കൂടി. എനിക്ക് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ചുറ്റിനും കാണുന്ന ഇതേ പ്രായക്കാരുള്ള മാതാപിതാക്കളുള്ളവർക്ക് അറിയാം, എപ്പോഴും അസുഖങ്ങളും പ്രശ്നങ്ങളും മരുന്നുകളും ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, ദൈവം സഹായിച്ച്. അത് യോഗയുടെ ഒരു വലിയ ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 60 വയസ്സ് കഴിഞ്ഞ പിന്നെയാണ് യോഗ പഠിച്ചത്. അംഗനവാടിയിലെ ടീച്ചറായിരുന്നെങ്കിലും എനിക്കധികം ഇവരുടെ ഒപ്പം നിസ്സഹകരണത്തിൽ നിന്നാണ് യോഗ പഠിക്കാനായിട്ട്. ഇവർ പഠിക്കുമ്പോഴും ഞാൻ പുറകോട്ട് മാറി. ഇവർ പഠിക്കുമ്പോൾ രാത്രി വെളുപ്പിന് എഴുന്നേറ്റ് 5 മണിക്കൊക്കെ പഠിക്കാൻ സഹായിക്കും. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. എന്നിട്ട് ഇവർ പല പ്രാവശ്യം എന്നോട് കാല് പിടിച്ചിട്ടുണ്ട്, അമ്മ ഇച്ചിരിയെങ്കിലും നോക്കി കണ്ടാൽ മതിയെന്ന്. പക്ഷെ ഞാനത് സമ്മതിച്ചില്ല. പിന്നെ ഹസ്ബൻഡ് തന്നെ എൻ്റെ ഗുരുവായി. ഇപ്പോൾ എല്ലാ കാര്യത്തിലും എവിടെയും മത്സരങ്ങളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ്. എല്ലാ കാര്യത്തിലും കോച്ചിങ്ങാണെങ്കിലും നമുക്ക് പുറത്തെങ്ങും പോയി ഇതുവരെ ഞാൻ ഇപ്പോൾ 10 വർഷമായി ഞാൻ യോഗയിലെ ടോപ്പ് 10 നാഷണൽ പ്രൈസ് വിന്നറായിട്ടിരിക്കണേ. ഇന്നുവരെ മറ്റുള്ളവരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം ഈ വീട്ടിലിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവരോടൊപ്പം അവരെയും അടുക്കളയിൽ നിന്ന് അവർക്ക് ആരോഗ്യപരമായ ബൂസ്റ്റപ്പും അവരിൽ നിന്ന് എനിക്ക് യോഗയിലേക്കുള്ള ബൂസ്റ്റപ്പും തിരിച്ചും മറിച്ചും ഞങ്ങൾ അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഒന്നും പറയാനില്ല. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ രോഗിയായി നടക്കുന്നേക്കായി നല്ലത് നല്ല ഓടിച്ചാടി നടക്കാൻ യോഗ പഠിക്കുക. മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഭാവിയിൽ നമ്മളായിട്ട് അവർക്ക് സഹായമായിട്ട് ഇരിക്കാൻ നമ്മൾ പരമാവധി യോഗ പഠിച്ചാൽ മതി. ഒത്തിരി കാലത്തോ വൈകുന്നേരമോ ഒത്തിരി സമയം കിട്ടുമ്പോൾ അത് നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിനായിട്ട് 60 വയസ്സല്ല, ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയാൽ 50 വയസ്സ് നേരത്തെ പഠിച്ചാൽ ഏറ്റവും നല്ലത്. യുവതികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കാം. 60 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയായാലും അത് പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അപേക്ഷയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരോടും. അത് നമ്മളെ മക്കൾക്ക് തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സഹായം. നമ്മൾ ഓടിച്ചാടി നടക്കുമ്പോൾ നമ്മുടെ അമ്മമാരുടെ ആരോഗ്യവും സന്തോഷം കാണുമ്പോൾ അല്ലേ മക്കൾക്കും സന്തോഷവും കുടുംബത്തിനും സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയുള്ള യോഗ യോഗയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏറ്റവും രോഗിയായിട്ടിരിക്കണവർക്കാണെങ്കിലും ചെയ്യാം. അതിനുള്ള ഇതുണ്ട്, സിമ്പിളായിട്ടുള്ളതാണ്.